ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇതിപ്പം രാത്രിയത്തെ കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ നാൾ വീഡിയോ എടുക്കാതിരുന്നിട്ടില്ലേ. ഇപ്പോൾ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോകുന്നെങ്കിലും വീഡിയോ ഇങ്ങനെ ഓണാക്കും, ഓർമ്മയില്ലാതെങ്കിലും ഇങ്ങനെ ഓണാക്കി പോകും. എല്ലാ ദിവസവും ഞാൻ ഡെയിലി വ്ളോഗ് ഇടുന്ന സമയത്തെ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച്. എന്തായാലും ഞാനിപ്പോൾ വൈകുന്നേരം അല്ല, രാത്രി ആയപ്പോഴാണ് മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് ഇറങ്ങിയത്. അടുക്കളയിൽ മൊത്തത്തിൽ ഇങ്ങനെ ചന്ത നിരത്തൽ പറഞ്ഞില്ലേ, അതേപോലെ നിറയെ സാധനങ്ങളാണ്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക വെച്ചു. അപ്പോൾ പാത്രമൊക്കെ ഞാൻ ബേസിനകത്ത് കൊണ്ടിട്ടോ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടോ. പാത്രമൊക്കെ ശംറി കഴുകുന്നുണ്ട്. ശംറിക്കാണ് പാത്രം കഴുകുന്ന പരിപാടി. എവിടെ പാത്രം കണ്ടാലും വേഗം എടുത്ത് പോയി കഴുകുള്ളൂ. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, തുമ്മലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഈ തുമ്മൽ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിലും ഈ ഹോസ്പിറ്റലിൽ ഓട്ടം തന്നെയാണ്. അപ്പോൾ രാത്രിയൊക്കെ ഒന്നും കഴിയാതെ ഇങ്ങനെ ഇരുന്നതാണ്. എന്താക്കുക ഫുഡൊക്കെ എന്ന് വിചാരിച്ചത് ശംറി തന്നെയാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലാക്കലെല്ലാം. ഉച്ചക്കത്തേക്കെല്ലാം ഉള്ളത് ഉമ്മ ഉണ്ടാക്കും. അങ്ങനെ ഞാനെന്തായാലും ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം കറി വെക്കാനൊന്നും ഇല്ല വെച്ചിട്ട് തലേ ദിവസം ഒന്നും ഉണ്ടായിട്ടില്ല കറി വെക്കാൻ. ഈ വൈകുന്നേരം വരെ എന്തെങ്കിലും വെക്കാതെ പറഞ്ഞിട്ടിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും കറി വെക്കാനില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എന്തായാലും ചിക്കന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓട്ടര ഉണ്ടാക്കാം. ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓട്ടര ഭയങ്കര ടേസ്റ്റാണ്. ഓട്ടര എന്ന് പറഞ്ഞാൽ ഓട്ടുമ്പപ്പുളി എന്നും പറയും കേട്ടോ. നമ്മളിവിടെ ഓട്ടര തന്നെയാണ് പറയൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എത്രയാണോ അരിയെടുത്തത് അതിൻ്റെ പകുതി തന്നെ ചോറും കൂടെ കൂട്ടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്തോട്ട് നമുക്ക് പെട്ടെന്ന് ഇത് പൊളിച്ചെടുക്കാനായിട്ട് കിട്ടും ഓടിൻ്റെ മേലെ നിന്ന്. അങ്ങനെ ഞാൻ എന്തായാലും ഓട്ടർ ചുട്ടെടുക്കുന്ന ഈ ഓട് ഇതില്ലേ, ഞാൻ ഗ്യാസമ്മ വെക്കുന്ന ഓട് പറഞ്ഞിട്ട് 1.5 വർഷമായി കേട്ടോ വാങ്ങിയിട്ട്. നല്ല ഓടേനു. ഇപ്പോൾ ഓരോരുത്തരും കുറേ ആൾക്കാർ ഞാൻ ഓട് വാങ്ങിച്ചപ്പോൾ കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ട് അവരൊക്കെ പെട്ടെന്ന് പൊട്ടിയെന്നെ. പൊട്ടിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് പൊട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഗ്യാസിൻ്റെ മേലെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, വിറകടുപ്പിൽ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ദോശക്കല്ല് പോലെയാണ് ഇരിക്കുന്നത്, വേഗമായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാനൊന്ന് എല്ലാം ഉപ്പെല്ലിട്ട് അരി മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് കിട്ടുമല്ലോ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമൊക്കെ വാങ്ങിയ ഓടിലില്ലേ, എത്ര ചുട്ട് കഴിഞ്ഞാലും അതിന് ഹോൾസ് പോരും. ഇങ്ങനെ നിറയെ ഓട്ടർക്ക് നിറയെ ഹോൾസ് വീലില്ല, അതുണ്ടാവില്ല. അപ്പോൾ ഈ ഓടിൽ കുഴപ്പമില്ല. നമ്മൾ അരി അരച്ചത് ശരിയായില്ലെങ്കിൽ പോലും നല്ല ഓട്ടര കിട്ടുന്നുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ ഓട്ടരക്ക് നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാപ്പാൽ, നെയ്യ് ഒക്കെ തേച്ചിട്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഉണ്ടാക്കൽ ഇടക്കിടക്ക്. അത് ഓരോ പൂതി പോലെയാണ് കേട്ടോ. നെയ്യൊക്കെ ആക്കിയിട്ടും തേങ്ങാപ്പാൽ കഴിക്കണമൊക്കെ തോന്നിയാൽ അങ്ങനെ ഉണ്ടാക്കും. ഇതിപ്പോൾ എന്തായാലും ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ല ചിക്കൻ കറി. അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറിയും ആകുന്നുണ്ട്. പിന്നെ ശംറിയെല്ലാം മുറിച്ച് തരുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളിയും തക്കാളിയൊക്കെ. ഈ വീഡിയോ ഇങ്ങനെ കാണുന്ന ഞാൻ അടുത്തേക്ക് അതിനെ കൊണ്ട് ചെയ്യുന്ന പോലെ തോന്നില്ല നിങ്ങൾക്ക്. ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം ബാക്ക് ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയും ക്ലിയർ കിട്ടുന്നില്ല. കിച്ചണിലിങ്ങനെ ലൈറ്റ് കുറവായതുകൊണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് എന്താവുമെന്ന് അറിയാത്തതുകൊണ്ട് വേറൊരാൾ എടുത്തു തരാൻ വേണം. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇടയ്ക്ക് ശംറി എടുത്തു തരും, പക്ഷെ ബാക്കിയുള്ള പണികൾ നടക്കൂല വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അതിനിടയ്ക്ക് ശംറി ബാക്കിയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെ കറിയാക്കാവുന്ന എനിക്ക് അങ്ങനെയുണ്ട്. ഇടയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കണം കറി. ഇന്നിപ്പോൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ചിക്കൻ കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ തോന്നൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, നമ്മളെ ഓട് ഇതാന്ന് നല്ല ഭംഗിയിലേ കാണാണ്ട്, കനമൊന്നുമില്ലാത്ത ഓടാന്ന് കേട്ടോ. പെട്ടെന്ന് കറിയാക്കി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും ഓട്ടര ചുട്ടെടുക്കട്ടെ. അപ്പം നമ്മളില്ലേ ആദ്യമേ ഒന്നും പ്രിപ്പറേഷനൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തിരക്ക് പിടിച്ചുണ്ടാക്കുമ്പോൾ. പക്ഷെ പെട്ടെന്ന് പണികൾ തീർന്നു കിട്ടുകയും ചെയ്യും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആദ്യമൊക്കെ എല്ലാം ചെയ്ത് വെച്ചിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോകും. പക്ഷേ ശേഷം വാങ്ങി കൊടുക്കുമ്പോഴത്തേന് എൻ്റെ ഓട്ടരയും കറിയൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. ആദ്യം ചോറ് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇടയ്ക്ക് ചോറഞ്ഞാന്ന് വെക്കൽ. അപ്പോൾ ഇന്നെന്തായാലും ഓട്ടര വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടുതലല്ലേ. എപ്പോഴും വില കൂടുതലല്ല, വിലേൻ്റെ അല്ല, നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ലല്ലോ. ഇപ്പം പറയുന്നിട്ടുണ്ടായിന് 1 വർഷത്തിൽ 4 കിട്ടൂലൂന്ന്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊണ്ട് ഗ്യാസ് തീർക്കാൻ പേടിയാണ്. തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടർ ചുടുമ്പം കുറച്ച് കൂടുതൽ നമ്മൾ സമയം ഇങ്ങനെ വെക്കണം. അപ്പം നമുക്ക് അത് വെന്ത് വരണ്ടേ, നമുക്ക് എണ്ണയൊന്നും ആക്കാതെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടർ ഗ്യാസ് ഇപ്പം കിട്ടൽ കുറഞ്ഞ പിന്നെ ഓട്ടർ ചുടലും കുറവ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാനിന്നിപ്പോൾ ഓട്ടരയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെയെന്ന് വെച്ചാൽ
ഞാൻ ചിന്തിക്കാന്ന് എൻ്റെ വീഡിയോ ഞാൻ ഇപ്പം ഡെയിലി ഇടാത്തതെന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് ഇല്ലാത്ത കാരണമാണ്. നമുക്ക് വ്യൂസ് ഇങ്ങനെ കയറി വരുമ്പോഴും കമൻറ്റ്സ് വരുമ്പോഴും മാത്രമേ നമുക്ക് വീഡിയോ ഇടാനായിട്ട് തോന്നൂ. ഞാനത് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഇപ്പം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോക്ക് വ്യൂസും ഇല്ല, എന്താ പറയുക, പിന്നെ ഇടാനും ഒരു മടി തന്നെയാണ്. എന്നാലും ഇപ്പം ഞാനിപ്പോൾ മിഞ്ഞാന്ന് കുറേ ദിവസമായി അതാ വീഡിയോ ഇട്ടിട്ട്, പിന്നെ മുഹറത്തിൻ്റെ നോമ്പൊക്കെ ആയി മുഹറം സ്പെഷ്യൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുഹറമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് ഇടണ്ടാന്ന് വെച്ചു കേട്ടോ. ആ നോമ്പിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് എടുത്ത് വെച്ചത്. മുഹറം സ്പെഷ്യൽ അതിൻ്റെ പിറ്റേ ദിവസമെങ്കിലും ഇടണ്ടേന്ന് വിചാരിച്ചപ്പോൾ അതിന് 2 ദിവസം മുമ്പേ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ച വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ ഒന്നും ഇല്ലല്ലോ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഈ വീഡിയോ പിന്നെ നമ്മളാൾ കാണാത്ത പോലെ തന്നെ ഇടാനും മടിയാണ്. പിന്നെ വ്ളോഗ് ചെയ്താലാണ് കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് മുമ്പൊക്കെ. ഇപ്പം എന്താണെന്ന് അറിയില്ല, ആരും വീഡിയോ അങ്ങനെ കാണുന്നൊന്നുമില്ല. അതിനൊക്കെ നമ്മൾ ആദ്യം വന്നിട്ട് ഷർട്ടൊന്നും ഇടാൻ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ നീ കുപ്പായൊന്നും ഇടാതെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ റിമൂവ് ആക്കി യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറി നിൽക്കുന്നൊക്കെ ഉണ്ട്. ഓട്ടർ ചൂടുമ്പോൾ എപ്പോൾ ഇല്ല പരിപാടിയാണ്. നാളെ വന്ന് നിന്നിട്ട് നമ്മളിങ്ങനെ പകുതി ചെള്ളിയിട്ട് അന്ന് ഇളക്കി കൊടുക്കണം, പിന്നെ ഓനെടുക്കണം. ഓനിക്ക് അതാണ് ഭയങ്കര സന്തോഷം. അതിനാണ് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. പിന്നെ കുഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ റൗണ്ടിലൊക്കെ ഞാൻ ചുട്ട് കൊടുക്കുകയും ഇപ്പം ശമ്പറി ഇല്ലാത്ത സമയത്തൊക്കെ പറയുന്ന പോലെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചുട്ടിടാൻ കഴിയില്ലേ, ഗ്യാസ് തീരും, അതുകൊണ്ട് നീ പിന്നെ ഇങ്ങനെ ഞാൻ ചെള്ളിത്തറ നീ എടുത്തോക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കലാന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോൻ്റെ കാര്യം. അങ്ങനെ അതെന്ന് വെച്ചാൽ നമ്മൾ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കാണുന്നത് എല്ലാവരും കാണുന്നത് ഒരുപാട് ഇങ്ങനെ ഒരു നെജ്ല ഷാ എന്നൊക്കെ പറഞ്ഞാൽ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്തൊക്കെ തെറിയ പടച്ചോനെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നത്. അവരൊക്കെ 2-3 ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല വ്യൂസായിട്ടാണ്. കാരണം ഇങ്ങനെ ചീത്ത പറയുന്നത് കേൾക്കാൻ എന്തിനാ ആൾക്കാർ കേൾക്കുന്നതെന്ന് ഞാൻ ശരിക്കും അപ്പം വിചാരിക്കും. നിങ്ങൾ ചോദിക്കും നിങ്ങളും കേൾക്കുന്നില്ലേന്ന്. ഞാൻ പക്ഷെ കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ കുറച്ചിങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ആദ്യമൊക്കെ ഞാൻ കേട്ടില്ല. ഒരുപാട് പ്രാരാബ്ദങ്ങളും മക്കളെക്കുറിച്ച് പോറ്റുന്നതും ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം അവരെ പിന്നെ കമൻസൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കാണാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ കാണില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. എന്താ വെച്ചാൽ സാധാരണക്കാരിങ്ങനെ നമ്മളെ കുക്കിംഗ് വ്ളോഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരില്ല എന്നാണ്. പക്ഷെ എൻ്റെ കാണാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മുമ്പ് വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി കഴിഞ്ഞ പിന്നെയാണ് എൻ്റെ ഇപ്പം വീഡിയോ ആൾക്കാരൊന്നും കാണാത്തത്. മുമ്പൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടുണ്ടായിനെ. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഇന്നത്തെ വിശേഷങ്ങളിലും. ചിക്കൻ കറി ഓട്ടറൊക്കെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. 8 മിനിറ്റ് മാത്രമുള്ള. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതിലെ പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്ര തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ നിങ്ങൾ ഒന്ന് അമർത്തുക. അപ്പം നമ്മൾ കുറേ ആളുകളിലേക്ക് നമ്മളെ വീഡിയോ എത്താനായിട്ട് സഹായിക്കും. ഒരാളെ 1 മാസത്തിൽ 3 വീഡിയോ അങ്ങനെ എന്തോ ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾ കണ്ടാൽ ചെയ്യുക കേട്ടോ. ഒരാൾക്ക് പറഞ്ഞതാണ്, ഒരാളുടെ വീഡിയോ 3 പ്രാവശ്യം 1 മാസത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ എങ്ങാനുമാണ് പറയുന്നത് കേട്ടത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇത്രയുള്ള എൻ്റെ വിശേഷങ്ങൾ. ഓട്ടരയൊക്കെ ആയിട്ടുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചൂടോടെ 1-2 ഓട്ടര കഴിക്കട്ടെ. എനിക്കിത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ എന്തായാലും ഞാൻ ഓട്ടലയും ചിക്കൻ കറിയും കഴിക്കട്ടെ. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല മഴയല്ലേ. നിങ്ങളെന്താ രാത്രി ഫുഡ് ഉണ്ടാക്കിയത്? ഇങ്ങനെ ഓട്ടരയൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഓടെല്ലാം തോന്നും എല്ലാ നാട്ടിലും. നമ്മളിവിടെ ഇങ്ങനെയുള്ളൂ എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പുതിയൊരു വീഡിയോയും